പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വന്യജീവി സംഘർഷത്തിന്റെ ഞെട്ടിക്കുന്ന ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിലമ്പൂരിലെ ഓരോ കുടുംബങ്ങൾക്കും ഉണ്ടാവും. 3 ആഴ്ച മുൻപാണ് കാളികാവിൽ റബ്ബർ ടാപ്പിങ്ങിന് പോയ ഗഫൂർ എന്ന യുവാവിനെ നരഭോജി കടുവ കടിച്ചു കൊന്നത്. നിലമ്പൂരിന്റെ കാലങ്ങളായുള്ള ആശങ്കയ്ക്ക് പരിഹാരം കാണാൻ ഇനിയും അധികാരികൾക്ക് കഴിഞ്ഞിട്ടേയില്ല. അടുത്തടുത്തായിട്ട് ഒരു മരം ഗ്യാപ്പിലാണ് ഞങ്ങൾ റബ്ബർ വെട്ടിയിരുന്നത്. പെട്ടെന്ന് അത് ഒളിച്ചിരുന്നോടുന്ന് ചാടി കഴുത്തിന് പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. അവനൊന്നും ചെയ്യാനും കഴിയില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ നിലവിളിച്ച് ആ വച്ചിട്ട് നിന്നല്ലാതെ അന്തം വിട്ട് നിന്നു. അവൻ്റെ ആശ്രയം മാത്രമേ വീട്ടിലുള്ളൂ. 3 കുഞ്ഞു മക്കളാണ്, 2 പെൺകുട്ടി 1 ആൺകുട്ടി. പിന്നെ അവരെന്ത് ചെയ്യും എന്നുള്ളത് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. 2025 മെയ് 16 കാളികാവിലെ ഗഫൂറിനെ ടാപ്പിങ്ങിനിടെ നരഭോജിക്കടുവ കടിച്ചു കീറി കൊലപ്പെടുത്തുന്നത്. റാവുത്തൻകാട് മലയിലെ റബ്ബർ തോട്ടം സമതും ഗഫൂറും സലാമും ചേർന്ന് സ്ലോട്ടർ ടാപ്പിങ്ങിനെടുത്തതാണ്. അന്നേ ദിവസം മറ്റൊരാവശ്യത്തിന് പോയതിനാൽ സലാം ഒപ്പമുണ്ടായിരുന്നില്ല. ഗഫൂറും സമതും പരസ്പരം സംസാരിച്ച് റബ്ബർ വെട്ടുന്നതിനിടയിലാണ് കാട്ടിൽ മറഞ്ഞിരുന്ന കടുവ ചാടി വീഴുന്നതും ഗഫൂറിൻ്റെ കഴുത്തിൽ കടിച്ച് ഗഫൂറിനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതും. ഗഫൂറിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തുമ്പോൾ ഒപ്പമുണ്ടായിരുന്നത് സുഹൃത്തായിട്ടുള്ള സമതാണ്. എന്താണെന്ന് സംഭവിച്ചത്? അന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് 5:30 ഇറങ്ങി അവിടെ താഴെ കുറച്ച് നടക്കാനുണ്ട് വണ്ടി വെച്ചിട്ട്. നടന്ന് കയറി 6:30 റബ്ബർ വെട്ട് തുടങ്ങിയത്. 6:30 തുടങ്ങി ഒരു 7 മണി 6:55 7 മണിൻ്റെ ഉള്ളിലാണ് പെട്ടെന്ന് ഒളിച്ചിരുന്ന കടവ ചാടി അവൻ്റെ കഴുത്തിന് പിടിച്ച് കാട്ടിലൂടെ വലിച്ചുകൊണ്ട് പോയി. അന്ന് താഴെയാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ അന്നും അവിടെ മരം നനവായതുകൊണ്ട് ഞങ്ങൾ മുകളിൽ പോയതാണ്. എൻ്റെ കയ്യിലിപ്പോൾ ഫോണുണ്ടായിരുന്നു. ആദ്യം വിളിച്ച് ഒച്ചയിട്ടു. അപ്പോൾ ഈ കടുവ നട്ടില്ല, നേരെ വലിച്ചുകൊണ്ട് പോയി. ആ സമയത്ത് പറഞ്ഞിരുന്നത് 14 ലക്ഷം രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ താൽക്കാലികമായിട്ട് ജോലി. അപ്പോൾ അതിൽ 5 ലക്ഷം രൂപേൻ്റെ ചെക്ക് അവർ DFO കൈമാറിയിട്ടുണ്ട്. ബാക്കി ഇനി 9 ലക്ഷം രൂപ ഉണ്ട്. അപ്പോൾ താൽക്കാലിക ജോലി എന്ന് പറയുന്നത് ഒരു സ്ഥിരം ജോലിയായിട്ട് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു കാര്യത്തിൽ അവർക്ക് പെടും. ആ പറഞ്ഞത് ആരാണോ അത് കറക്റ്റായിട്ട് അവർ പാലിക്കണം. ഇത് ഒരു ഗഫൂറിൻ്റെ മാത്രം കഥയല്ല. നിലമ്പൂരിലെ ഓരോ കുടുംബത്തിനും പറയാനുണ്ടാകും വന്യജീവി ആക്രമണത്തിൻ്റെ, ഗുരുതരമായി പരുക്കേറ്റതിൻ്റെ, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിൻ്റെ കഥകൾ. നിലമ്പൂരുകാരുടെ കാലങ്ങൾ പഴക്കമുള്ള ഈ ആദിക്ക് ഇനിയും അറുതി കാണാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം. അലി അക്ബർ ഷാ, നമ്മളെ സംബന്ധിച്ച് ഓരോ വന്യജീവി ആക്രമണവും ഒരു ദിവസം നീണ്ടു നിൽക്കുന്നൊരു ലൈവ്, അതല്ലെങ്കിൽ ഒരു ബ്രേക്കിംഗ് സ്റ്റോറി, അതിനും അപ്പുറത്തേക്കൊന്നുമല്ല. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളാരും അന്വേഷിക്കാറുമില്ല, സർക്കാർ ഗൗനിക്കാറുമില്ല എന്നുള്ളതാണ്. ഒരു നഷ്ടപരിഹാര തുക നൽകി പോകലാണ് പതിവ്. ഗഫൂറിന്റെ കഥ അത്രമേൽ സങ്കടപ്പെടുത്തുന്ന കഥയാണ്. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടത്, അല്ലേ അലി അക്ബർ ഷാ? അരുൺ, തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം ഒരു അക്രമ സംഭവം ഉണ്ടാകുമ്പോൾ, ഒരാൾ കൊല്ലപ്പെടുമ്പോൾ ഒരു വാർത്തയാകുന്നു എന്നതിനപ്പുറത്തേക്ക് എത്ര മനുഷ്യർ അവരുടെ ജീവിതം പിന്നീട് എന്താണെന്ന് തിരിഞ്ഞു നോക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗഫൂർ എന്ന് പറയുന്നത് ആ വീടിന്റെ ആകെയുള്ള അത്താണിയായിരുന്നു. ഒരുപാട് കാലം ഫ്രൂട്ട്സ് കച്ചവടമൊക്കെ നടത്തി കടം കയറി മറ്റു ഗതിയില്ലാതായപ്പോഴാണ് ആ മനുഷ്യൻ സ്ലോട്ടർ ടാപ്പിങ്ങിന് തോട്ടമെടുത്ത് സുഹൃത്തുക്കളോടൊപ്പം തോട്ടത്തിൽ ടാപ്പിങ്ങിന് പോകുന്നത്. ആ ഘട്ടത്തിലാണ് പുലർച്ചെ സുഹൃത്തിനോടൊപ്പം ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കാട്ടിൽ മറഞ്ഞിരുന്ന കടുവ ചാടി വീണ് ഗഫൂറിനെ കടിച്ചു കീറി കൊലപ്പെടുത്തുന്നത്. ഈ പ്രദേശം, നമ്മൾ ഈ പറഞ്ഞ റാവുത്തൻകാട് പ്രദേശത്ത് വെച്ചാണ് ഈ കടുവ ഈ ഗഫൂറിനെ പിടികൂടുന്നത്. റാവുത്തൻകാട് എന്ന് പറഞ്ഞാൽ വലിയ വനപ്രദേശമൊന്നുമല്ല, പേര് പോലെ. അത് ജനവാസ മേഖലയാണ്, അവിടെ ജനങ്ങളൊക്കെ വസിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഈ വനം വകുപ്പിനോട് പലയാവർത്തി ഈ ജനങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് കടുവയുടെ ആക്രമണമുണ്ട്, ദയവായി ഇത് പരിഗണിക്കണം, ഒരു നടപടി ഉണ്ടാക്കണമെന്ന് പലയാവർത്തി പരാതി പറഞ്ഞിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഗഫൂറിന്റെ കുടുംബത്തിന്റെയും അത് നാടിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. അതുകൊണ്ട് തന്നെ അധികൃതരുടെ അനാസ്ഥയാണ് ഗഫൂറിന്റെ ജീവൻ എടുത്തത് എന്നതാണ് ഏറ്റവും പ്രധാനമായും കുടുംബത്തിന്റെ ആരോപണം. മറ്റൊരു പ്രധാന കാര്യം, നമ്മളിവിടെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിന് വേണ്ടി വന്നതാണ്. ഇവിടെ എത്തി 2-ാം ദിനം നമുക്ക് പോകേണ്ടി വന്നത് നിലമ്പൂർ കവളമുക്കട്ടയിലേക്കാണ്. അവിടെ ഒരു വീടിന്റെ മുറ്റത്തെത്തി വീട്ടിലെ വളർത്തുനായയെ കടുവ വലിച്ചു കീറി കൊണ്ടുപോയി. അതിന്റെ ശരീരാവശിഷ്ടങ്ങൾ വീടിന്റെ സമീപത്ത് കിടക്കുന്നു. ഈ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിന് വന്ന് നമുക്ക് 2-ാം ദിവസം ഇവിടെ നിന്നും പോകേണ്ടി വന്നത്. ആ പ്രദേശത്ത് ആകെ കർഷകരുള്ള മേഖലയാണ്, കന്നുകാലി കർഷകരുണ്ട്. അവരുടെ കന്നുകാലികളുടെ എല്ലാം ഈ വന്യജീവികൾ വന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ്. അവിടുത്തെ കാഴ്ച ദയനീയമായിരുന്നു. കവളമുക്കട്ടയിലെ ആ വളർത്തുനായെ കിടന്നിരുന്ന കൂട്, ആ വീട്ടിൽ ഒരു കുഞ്ഞു പശുക്കിടാവ് ജനിച്ചപ്പോൾ ആ പശുക്കിടാവിനെ ആ നായയുടെ കൂട്ടിലേക്ക് മാറ്റുന്നു. ആ കൂടിൽ നിന്നും പുറത്തിറങ്ങി കിടക്കേണ്ടി വന്ന ആ രാത്രിയിലാണ് ആ വളർത്തു
വളർത്തുന്നതായി ആ കടുവ വലിച്ചിഴച്ച് കൊണ്ടുപോയി കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടുത്തെ ഓരോ വീടുകളിലും പറയാനുണ്ടായിരുന്നു ഈ പേടിയുടെ കഥ. തലനാരിഴയ്ക്ക് വന്യജീവികളുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ കഥ. ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന എത്രയോ മനുഷ്യരുള്ള വീടുകളുണ്ട് നിലമ്പൂരിൽ. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം എത്തുമ്പോൾ ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ച് പറയേണ്ടി വരുന്നതിന്റെ വേദന ഗഫൂറിനെ കടുവ നിലമ്പൂരിൽ ഒന്ന്, വയനാട്ടിൽ അതേ കഥ, ഇടുക്കിയിലും അതേ കഥ, കോതമംഗലത്തും അതേ കഥ.